എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജ്യൂസ് ആണ്. ഈ ജ്യൂസിൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഹെൽത്തിന് വളരെ നല്ല ഒരു ജ്യൂസാണ്. അപ്പൊ ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ആപ്പിൾ വേണം, അതുപോലെ തന്നെ 2 ടൊമാറ്റോ വേണം. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. പിന്നെ ഞാനിവിടെ 10 ബദാം വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു 10 ബദാം ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു അളവിനാണ് ഞാനിവിടെ 10 ബദാം എടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയോ തേനോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, ഡേറ്റ്സ് ആണ്. ഞാനിവിടെ ഒരു 5-6 പീസ് ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഈ ആപ്പിളിന്റെ സ്കിന്ന് നമ്മൾ ഇതുപോലെ ഒരു പീലർ കൊണ്ട് പീൽ ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഇതിന്റെ സീഡും ഇളക്കി മാറ്റണം. ഈ സെൻട്രലിലെ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് അടിച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിടണം. ഇനി നമുക്ക് ഈ ടൊമാറ്റോയും കട്ട് ചെയ്ത് വെക്കാം. ഇനി ടൊമാറ്റോയുടെ സീഡ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ളിലെ സീഡ് എടുത്ത് മാറ്റണം. ഇതിപ്പോ ഞാൻ ഇതിൽ നിന്ന് ഇതൊന്നും മാറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ കറിക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ സീഡ് മാറ്റിയിട്ടൊന്നും അല്ലല്ലോ കറിക്ക് ഉപയോഗിക്കുന്നത്. ഇനി ലെമൺ ഒന്ന് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇത് തട്ടിയിട്ടിട്ട് പിഴിഞ്ഞൊഴിക്കുകയോ ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നത് എന്തെന്ന് വെച്ചാല് ആപ്പിളെ കറക്കത്തില്ല, അതിനാണ് നാരങ്ങാ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. എന്റെ അയൽവക്കത്തുള്ള മക്കള് കളിക്കുന്നതാണ് കേട്ടോ ബഹളം കേൾക്കുന്നത്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ എനിക്ക് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഈ ഡേറ്റ്സിന്റെ പകുതി ഇട്ട് കൊടുക്കാം. ബാക്കി ഡേറ്റ്സിന്റെ പകുതി ഇനി ബാക്കി ഇരിക്കുന്നത് അടിച്ചെടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 5 ബദാമും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ഐസ് ക്യൂബ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതിയാകും. ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി ഇരിക്കുന്നതും കൂടി ഇതുപോലെ തന്നെ ഇട്ട് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കത്തില്ല കേട്ടോ, കാരണം ടൊമാറ്റോ അടിച്ചു വരുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതിയാകും. ഇതിനി നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഓരോ സ്പൂൺ ഐസ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഐസ് വേണ്ടെങ്കിൽ അത് ഇടാനൊന്നും ആവശ്യമില്ല. ഇനി ജ്യൂസ് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്താൽ അവർക്ക് നല്ല ഉന്മേഷം കിട്ടും. ഇതിൽ ധാരാളം വൈറ്റമിനും അയണും ഒക്കെ അടങ്ങിയ നല്ല ഒരു ജ്യൂസാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.